ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു പലഹാരമാണ്. കുറച്ച് എരിവും മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള പഴമാണ്, വലുതാണെങ്കിൽ ഒരു 4 എടുത്താൽ മതിയാവും. ഇതിലേക്ക് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു സവാള ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1-2 എടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. സാധാരണ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുക്കരുത്, ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരിക്കലും നമ്മൾ ഇത് അരച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഈ ഒരു എരിവും മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ എണ്ണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3 കഷ്ണം ബ്രെഡാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഇതിന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നത് വരെ നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് 3 ബ്രെഡ് ഇതിലേക്കൊന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുഴച്ചെടുക്കുക. അപ്പോൾ ബ്രെഡ് ആവശ്യമാണെങ്കിൽ വീണ്ടും എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ ബ്രെഡും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 കഷ്ണം ബ്രെഡ് വരെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് ആദ്യം ഉരുളകളാക്കി എടുത്തിട്ട് ഇനി ജസ്റ്റ് ഒന്നൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതാ ഞാൻ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഓരോന്നും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് തിരിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗത്തു നിന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ദാ 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ അതാ ബാക്കിയുള്ള സ്നാക്കും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ ചെറുപഴം വെച്ചിട്ടുള്ള സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു സ്നാക്കാണ്. നല്ല എരിവും ഒരു മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.